ആരംഭിക്കുന്നു. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, ദേശീയ ജനാധിപത്യ സഖ്യം നേതാവായി നരേന്ദ്രമോദിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ, മറ്റ് സാധ്യതകളൊന്നുമില്ലാതെ തന്നെ ഇന്ത്യയുടെ സർക്കാർ രൂപീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കഴിഞ്ഞ രണ്ട് ടേമിലും, ആദ്യം 2014 282, കഴിഞ്ഞ തവണ 303, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു BJP. അങ്ങനെ തനിച്ച് ഭൂരിപക്ഷമുള്ള സർക്കാരിനെയാണ് നരേന്ദ്രമോദി നയിച്ചുകൊണ്ടിരുന്നത്. ഡിസിസീവായി പെരുമാറാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ, 32 സീറ്റുകളുടെ കുറവുണ്ട്. അദ്ദേഹം നയിക്കുന്നത് ഒരു സഖ്യ സർക്കാരിനെയാണ്. അതിൽ തന്നെ നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു എന്നീ രണ്ടുപേരുടെ പിന്തുണ അനിവാര്യമാണ്. ഇവര് വളരെ വളരെ കാലം ഈ സഖ്യകക്ഷി രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ ആളുകളും സമ്മർദ്ദ ശക്തികളുമാണ് എന്നിരിക്കെ മോദിയുടെ മൂന്നാം ടേം അല്ലെങ്കിൽ മൂന്നാം കാലം കഠിനമായിരിക്കുമോ, ടഫായിരിക്കുമോ, സ്ഥിരത ഉണ്ടാകുമോ സർക്കാരിന്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പൊതുവിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും ചരിത്രം നോക്കിയാൽ മുന്നണി രാഷ്ട്രീയമാണ് അത് മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അസ്ഥിരത അവിടെ ഉണ്ടെങ്കിലും നേരത്തെ തന്നെ വന്ന സാമൂഹിക സാമ്പത്തിക പുരോഗതി ശക്തമായതുകൊണ്ട് അത്തരം രാജ്യങ്ങൾക്ക് രാഷ്ട്രീയ അസ്ഥിരത, മുന്നണി ഭരണത്തിലെ വ്യത്യാസങ്ങളൊന്നും രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിച്ചിട്ടില്ല. എന്നാൽ മൂന്നാം ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് മറ്റൊരു പ്രതിഭാസമാണ് കാണിക്കുന്നത്. പലപ്പോഴും സ്ഥിരതയുള്ള ഗവൺമെൻറ്റാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതെന്നും അത് കമ്പോളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നയപരമായ കാര്യങ്ങൾക്ക് സ്ഥിരതയുണ്ടാകാൻ ശക്തിയുള്ളൊരു ഗവൺമെൻറ് വേണം. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും പാർട്ടികൾക്ക്, വലിയ രണ്ട് പാർട്ടികൾക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കാനായിട്ട്. കോൺഗ്രസിൻ്റെ ഏകകക്ഷി മേധാവിത്വം ഉണ്ടായിരുന്ന ഒത്തിരി കാലമുണ്ടായിരുന്നു രാജ്യത്ത്. പിന്നീടുള്ള ചരിത്രവും നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 89-ന് ശേഷം 2014 വരെ മുന്നണി രാഷ്ട്രീയം തന്നെയായിരുന്നു. ആർക്കും ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിന്തുണയോടുകൂടിയാണ് ഭരിച്ചിരുന്നത്. എന്നാൽ 2014-ന് ശേഷമാണ് ഈ സ്ഥിതിക്കൊരു മാറ്റം വന്നത്. ആ 10 കൊല്ലത്തെ കാലഘട്ടത്തിന് ഇപ്പോഴൊരു തിരിച്ചടി വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. കുറഞ്ഞ പക്ഷം തെലുങ്കുദേശം പാർട്ടിയെയും ജനതാദൾ യുവിൻ്റെയും സഹായത്തോടു കൂടി മാത്രമേ ഭരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇത് പറയുമ്പോഴും രാഷ്ട്രീയമാണ്, നാളത്തെ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും പ്രവചിക്കാൻ കഴിയില്ല. സ്ഥിരതയ്ക്ക് കൂടുതലും നമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ രണ്ട് കക്ഷികളിൽ ആരെങ്കിലും പോയാൽ അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും? അതിന് മുൻകൂറായിട്ട് മറ്റേതെങ്കിലും പാർട്ടികളെയും സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തുമോ? അവരെ കൂടി ഇക്കാര്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുമോ? ഇതൊക്കെ കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ വളരെയധികം പാർട്ടികൾ ഭരിക്കുന്ന ഒരു മുന്നണിയല്ല ഇത്. അതുകൊണ്ട് അത്ര അൺസ്റ്റേബിൾ ആയിരിക്കുകയില്ല. പക്ഷേ തൊട്ട് മുമ്പുള്ള ഭരണത്തെ 2019-24 ആ മേധാവിത്വം അതൊരിക്കലും ഇത്തവണത്തെ ഗവൺമെൻറ്റിൽ കാണില്ല. പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ളതിൽ 240 സീറ്റുള്ള BJPക്ക് നല്ലൊരു സ്ഥാനമുണ്ട് അതിനകത്ത്. പക്ഷേ ബാക്കിയുള്ള 32 നമ്പറുകൾക്ക് തീർച്ചയായിട്ടും പ്രാദേശിക പാർട്ടികളെയോ അതല്ലെങ്കിൽ മറ്റു കക്ഷികളെ സഹായം കിട്ടിയേ പറ്റൂ. ഇതിനകത്ത് പല പോസിബിലിറ്റീസ് ഉണ്ട്. എങ്ങനെയായിരിക്കും ഭരണത്തിൽ പ്രതിഫലിക്കുക? നോക്കുമ്പോൾ നമ്മൾ മോദി സർക്കാരിന്റെ പല തീരുമാനങ്ങളും, മുൻ മോദി സർക്കാരുകളുടെ പല തീരുമാനങ്ങളും പെട്ടെന്ന് എടുത്തവയായിരുന്നു. ഇപ്പോൾ അനുച്ഛേദം 370 റദ്ദാക്കിയത് പെട്ടെന്നാണ്, നമ്മൾ ആരും മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെയാണ് നോട്ട് നിരോധനം ഒരു രാത്രിയിൽ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയായിരുന്നു. അതുപോലെയുള്ള ചടുലമായ നടപടികൾ കൺസൾട്ടേഷൻ ഇല്ലാതെ നടത്താൻ ഇനി കഴിയുമോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് തീരുമാനിക്കുക, അതല്ലെങ്കിൽ 1 നേഷൻ 1 ഇലക്ഷൻ, അത് ഈ പറഞ്ഞതുപോലെ പൈപ്പ് ലൈനിലുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ എടുക്കുന്ന നിർണായകമായ നയമാറ്റം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ, നയപരമായ തീരുമാനങ്ങൾക്കൊക്കെ ഇതുപോലെ ഇനി എടുക്കാൻ കഴിയുമോ? അതോ കൺസൾട്ടേഷൻ ആവശ്യം വരുമോ? സഖ്യകക്ഷികളെ ബോധിപ്പിക്കേണ്ട സാഹചര്യം വരുമോ? എന്താണ് താങ്കൾക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്? അല്ല, ചില കാര്യങ്ങൾ, വിവാദപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സഖ്യകക്ഷികളുടെ വിശ്വാസം കൂടി നേടിയാലേ അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് എത്രത്തോളം സഖ്യകക്ഷികൾ ആ പിന്തുണ നൽകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അക്കാര്യത്തിൽ ഈ മുന്നണിക്കകത്ത് തന്നെ ഒരു സമവായമുണ്ടെങ്കിൽ അത് പ്രശ്നമുണ്ടാവില്ല. ആ സമവായം സൃഷ്ടിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുത്താൽ അതിനകത്ത് കോൺഫ്ലിക്റ്റ് വരില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയതുപോലെ വളരെ പെട്ടെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ചടുതിയിലുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ആർട്ടിക്കിൾ 370 നടപ്പിലായ കാര്യമാണ്. ഇനി മറിച്ച് വരണമെങ്കിൽ വേറൊരു ഗവൺമെൻറ് വന്നാലേ അതിനൊരു മാറ്റം വരത്തുള്ളൂ. അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് 2 സംസ്ഥാനങ്ങളെങ്കിലും നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും വലിയ കോൺട്രവേഴ്സി വരില്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ, താങ്കൾ ചൂണ്ടിക്കാണിച്ച ഡീലിമിറ്റേഷൻ,
അത് ഭാവിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെൻസസ് എത്ര നാൾ നീട്ടിവെക്കാൻ കഴിയും, ഭാവിയിൽ സെൻസസുമായി ബന്ധപ്പെട്ട നയങ്ങൾ. ഇപ്പോൾ ചുരുക്കത്തിൽ ഭരണത്തിൽ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ തെലുങ്കുദേശം പാർട്ടി തന്നെ വേണമെങ്കിൽ തെലുങ്കാനയ്ക്ക് ആന്ധ്രാപ്രദേശിന് ഒരു സ്പെഷ്യൽ സംസ്ഥാന പദവി വേണമെന്നുള്ള കാര്യം നിർബന്ധിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ സമ്മർദ്ദമുണ്ടാകും. ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശക്തിയുള്ള മുന്നണിയാണോ അത് ദുർബലമാവുന്ന മുന്നണിയാണോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്പറുകളുടെ കാര്യത്തിൽ അത്ര മോശമല്ല എന്നുള്ളതാണ്. 2004, 2009 സ്ഥിതിവിശേഷമല്ല 2024 കാണുന്നത്. കാരണം നമ്പർ ഓഫ് പാർട്ടീസ് മുന്നണിയെ സഹായിക്കുന്നത് എണ്ണത്തിൽ കുറവാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഏതെങ്കിലും ഒരു പാർട്ടി ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് വരാൻ അധികം സമയം വേണ്ട. ഇതിനകത്ത് വേണ്ട ഹോംവർക്ക് ചെയ്യാൻ രണ്ട് മുന്നണികൾക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇക്കാര്യത്തിൽ BJP നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും പല പാർട്ടികളെ പിളർന്നിട്ടുണ്ട്. പലപ്പോഴും ഡിഫെക്ഷൻസിനെ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ തന്നെ ചർച്ചകൾ പലതും വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഗവൺമെൻറ് ഭൂരിപക്ഷം തികച്ചെങ്കിലും അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ പഴയതുപോലെയുള്ള ഒരു വൻ പാർട്ടി മേധാവിത്വം, വല്യേട്ടൻ മേധാവിത്വം പഴയതുപോലെ കാണിക്കാൻ BJPക്ക് പറ്റില്ല. പക്ഷെ മറുവശത്ത് അത്രത്തോളം അസ്ഥിരപ്പെട്ട ഒരു മുന്നണിയായി ഇത് മാറുകയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.